ഹായ്, മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അസോർട്ടഡ് ജ്വല്ലറി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത്. മാല, വള, കമ്മലിൻ്റെയൊക്കെ ഒരു അടിപൊളി കളക്ഷനാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കത് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ്. ബ്ലാക്ക് കളേർഡ് സ്റ്റോൺ വർക്കിൻ്റെ ഒപ്പം ഒരു ചെറിയ ഫ്ലോറൽ പാറ്റേൺ ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സൂഫി സ്റ്റോൺ നെക്ലസ് ആണ് ഇത്. രണ്ട് ഷെയ്ഡ്സ് ഉണ്ട്. സെക്കൻഡ് വണ് ഈ ഒരു റൂബി റെഡ് ഷെയ്ഡിലുള്ള ഒരു സൂഫി സ്റ്റോൺ നെക്ലസ്. അടുത്തത് ഈ ഒരു നെക്ലസ് ആണ്. ഇതിൻ്റെ പെൻഡൻറ്റിൻ്റെ പോർഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോണിൻ്റെ ബീഡ്സിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചെയിൻ പോർഷനിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്റ്റോൺസിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ചെയിനിൻ്റെ ഡിസൈൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാലയുടെ രണ്ട് ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ്, സെക്കൻഡ് വണ് റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസിൻ്റെ ബീഡ്സിൻ്റെ വർക്കിൻ്റെ ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നാഗപടം മാല. ബ്ലൂ സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതും ഒരു ട്രഡീഷണൽ ടച്ച് വന്നിട്ടുള്ള മാലയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ത്രെഡ് ചെയിനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ പെൻഡൻ്റ് ആണ് വന്നിട്ടുള്ളത്. പാലയ്ക്കായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു മോഡലിൽ ഗ്രീൻ സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഒരു പെൻഡൻ്റ് ആണ് ഇത്. അടുത്തത് ടെമ്പിൾ ജ്വല്ലറിയിൽ വന്നിട്ടുള്ള ഒരു നെക്ലസ് സെറ്റാണ്. അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ട് പെൻഡൻറ്റോടൊക്കെ കൂടി വന്നിരിക്കുന്ന ഒരു മാലയും അതിൻ്റെ ഒപ്പം തന്നെ മാച്ചിങ് ആയിട്ടുള്ള സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുള്ള ജുംക്കയും കൂടി പെയർ ചെയ്തിട്ടാണ് ഈ ഒരു നെക്ലസ് സെറ്റ് വന്നിട്ടുള്ളത്. അടുത്തത് കുറച്ച് വളകളുടെ കളക്ഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള വളകളാണ്. സ്റ്റോൺ വർക്കോ ബീഡ്സോ ഒന്നും തന്നെ ഇതിലൊന്നും വന്നിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഗോൾഡ് പ്ലേറ്റിംഗ് മാത്രം വന്നിട്ടുള്ള വളകളാണ് ഇതിലൊക്കെ. പക്ഷേ ഒരു സെൽഫ് ഡിസൈനോ പാറ്റേണൊക്കെ പലതരത്തിലുള്ള സെൽഫ് ഡിസൈനും പാറ്റേണും ഒക്കെ പോയിട്ടുണ്ടാവും. ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു 3-4 വളകളാണ് ഈ ഒരു കളക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തതൊരു ട്രഡീഷണൽ ഇയർ സ്റ്റഡ് ആണ്. പാലക്ക ഡിസൈനിൽ വന്നിട്ടുള്ള ഇയർ സ്റ്റഡ്സ് ഒക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതും ഏകദേശം ആ ഒരു സിമിലർ സ്റ്റൈലിൽ തന്നെ ബട്ട് ഒരു ഡിഫറെൻറ്റ് ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ഇയർ സ്റ്റഡ് ആണ്. ഫസ്റ്റ് വൺ 2 കളർ ഷെയ്ഡ് ഉണ്ട്. ഫസ്റ്റ് വൺ ഗ്രീനും സെക്കൻഡ് വൺ ഈ റെഡും. അടുത്തതൊരു ജുംക്കയാണ്. റെഡ് സ്റ്റോണിൻ്റെ റെഡ് ഷെയ്ഡിൽ തന്നെയുള്ള ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുള്ള ഒരു ചെറിയ ജുംക്കയാണ് ഇത്. ഇതും ഒരു ജുംക്കയാണ്. ഇതിൻ്റെ സ്റ്റഡ് പോർഷൻ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. എമറാൾഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള സ്റ്റോണും ബീഡ്സിൻ്റെ വർക്കുമാണ് ഈ ഒരു ജുംക്കയിൽ വന്നിട്ടുള്ളത്. അടുത്തത് കുറച്ച് ഇയർ സ്റ്റഡ്സ് ആണ്. ഇത് നമ്മുടെ ആപ്പിൾ ഇയർ സ്റ്റഡ്സ് ആണ്. ഇത് ശരിക്കും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കുറേ തവണ. ഇത്തവണ നമുക്ക് ഇതിൻ്റെ 2 ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ വൈറ്റ് എഡി സ്റ്റോൺസ് വന്നിട്ടുള്ളത്. സെക്കൻഡ് വൈറ്റ് ആൻഡ് റൂബി റെഡ് സ്റ്റോൺസിൻ്റെ ഒരു കോമ്പിനേഷനും. നെക്സ്റ്റ് വൺ ലീഫ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഇയർ സ്റ്റഡ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ ഇയർ സ്റ്റഡ് ആണിത്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു വൈറ്റ് സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് ആൻഡ് സെക്കൻഡ് വൺ വൈറ്റ് റൂബി റെഡ് ആൻഡ് ഗ്രീൻ സ്റ്റോൺസിൻ്റെ ഒരു കോമ്പിനേഷൻ. ഇത് ഒരു സ്റ്റാർ ഷേപ്ഡ് ഇയർ സ്റ്റഡ് ആണ്. ഇതിലും വൈറ്റ് എഡി സ്റ്റോൺസിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ ഒരു ബോയുടെ ഷേപ്പിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഇയർ സ്റ്റഡ് ആണ്. വളരെ ചെറിയ വൈറ്റ് എഡി സ്റ്റോൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ.
ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ. പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനലിന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.